ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് ഊത്തപ്പം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 2 സവാള, 2 തക്കാളി, ഒരു 5-6 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇനി തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി ഒഴിവാക്കി അണിയൻ ഊത്തപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അരിഞ്ഞ ഒരു ബൗളിലേക്ക് മാറ്റി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദോശയുടെ ബാറ്റർ എടുക്കാം. അപ്പോൾ ദോശ നമുക്ക് സെറ്റ് ദോശ ഉണ്ടാക്കുന്ന പോലെ ആ പരുവത്തിന് വേണം നമുക്ക് കട്ടിക്കൊഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ അരിഞ്ഞ് വെച്ച് പച്ചക്കറിയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. നെയ്യ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടി കഴിക്കാൻ നമുക്ക് ചട്നി കൂടി റെഡിയാക്കാം. അപ്പം ഞാനൊരു അരമുറി തേങ്ങ, 2 ചെറിയുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി. ഇനി കുറച്ച് സാമ്പാർ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടമാവും. താങ്ക്